കുഞ്ഞിനെ ശൗചാലയത്തിൽ പ്രസവിച്ച് ജനാലയിലൂടെ വലിച്ചെറിഞ്ഞ 19-കാരിക്ക് ഇപ്പോൾ മനംമാറ്റം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു മനംമാറ്റം എന്ന് എനിക്കറിയില്ല. കുഞ്ഞിനെ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പറയുന്നത്. അവർ പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഇത്രയും ധൈര്യം കാണിച്ച് കുഞ്ഞിനെ ശൗചാലയത്തിൽ പ്രസവിച്ച് വലിച്ചെറിഞ്ഞ ഈ അമ്മയ്ക്ക്, ഈ 19-കാരിക്ക്, ഈ ജെൻസിക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കാനായിട്ട് പറ്റില്ല. ശരിക്കും പറഞ്ഞ് ഇനിയും വേറെ കഴപ്പുമൂത്ത് വേറെ ആൾക്കാരുടെ കൂടെയൊക്കെ പോകുമ്പം ഈ കുട്ടി അനാഥമാകും. അതുമാത്രമല്ല, കുട്ടി ഉപദ്രവിക്കും. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ അത് ക്രൂരമായി കൊലപ്പെടുത്തി ആ ഒരു ഞെട്ടലിലാണ് നമ്മൾ ഇപ്പോഴും. ആ ഒരു അഷ്കർ എന്ന് പറഞ്ഞ ക്രിമിനലിൽ കുടപിടിച്ചത് സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മ തന്നെയാണ്, അഖില. അപ്പോൾ ഒരു അഖിലയെ പോലെയുള്ളവർ ഇനിയും ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ച് ആ കുട്ടി എന്തെങ്കിലും കൊന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് ആ ഓമനെ പേരിട്ട് വിളിച്ചിട്ട് ഈ സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന നൽകിക്കൊണ്ട് ശിക്ഷയൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇനി ഒരു കുട്ടിയും ഇങ്ങനെയുള്ള ഒരു ഉപദ്രവം ഏറ്റുവാങ്ങാൻ ഇടവരരുത്. ഏത് പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പം ഏത് കുറ്റം ചെയ്യുന്ന പുരുഷന്മാരുടെ പിന്നിലും ഇപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്. അതുകൊണ്ട് ഈ അഖിലയ്ക്ക് മുന്നിൽ ഒരു പുരുഷനുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ആ കുട്ടിയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല.